നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വെറും ദിവസങ്ങൾ മാത്രം കാത്തിരിപ്പാണുള്ളത്. ഈ അവസാന ലാപ്പിൽ താൻ ചെയ്ത പാപമെല്ലാം ഗണേഷ് കുമാറിനെ തിരിഞ്ഞുകൊത്തുകയാണ്. UDF മന്ത്രിസഭയിൽ നിന്നും LDF മന്ത്രിസഭയിലേക്ക് കൂടുമാറി മുന്നണി ധാരണയിൽ ആന്റണി രാജുവിന് ശേഷം ഗണേഷ് കുമാർ ഗതാഗത വകുപ്പ് ഏറ്റെടുത്തപ്പോൾ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള പരിഷ്കരണങ്ങളും കൈയടിയും വാങ്ങി ഗണേഷ് കുമാർ അങ്ങ് സ്റ്റാറായി മാറി. പക്ഷേ അയാളെ ഇന്നും ഒരു നിഴൽ പോലെ സോളാർ കേസ് പിന്തുടരുകയാണ്. സരിതയെ ഇറക്കി UDF മന്ത്രിസഭയെ കുട്ടിച്ചോറാക്കിയതും എല്ലാം ഗണേഷിന്റെ മാസ്റ്റർ പ്ലാൻ ആണെന്ന് തെളിഞ്ഞു വരുമ്പോൾ സത്യത്തിൽ പിണറായിയുടെ രണ്ടാം ഭരണത്തിലെ 2 ഗതാഗത വകുപ്പ് മന്ത്രിമാരുടെയും കാര്യം തെറിക്കുമെന്ന് ഉറപ്പാവുകയാണ്. ആദ്യത്തേത് ആന്റണി രാജു ജെട്ടിക്കേസിൽ MLA സ്ഥാനം വരെ പോയി പൊട്ടിപ്പാളീസായിരിക്കുകയാണ്. മറ്റേത് ഗണേഷ് കുമാർ പെണ്ണ് കേസിലും പെട്ടിരിക്കുന്നു. ആരോഗ്യവും ഗതാഗതവും ഒരുപോലെ തുലാസിലാക്കപ്പെടുമ്പോൾ ജനം പൊട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ സത്യത്തിൽ ഗണേഷ് കുമാറിനെ ഇണ്ണ വരപ്പിക്കും. സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും മറ്റ് കോൺഗ്രസ് നേതാക്കളെയും കുടുക്കാൻ KB ഗണേഷ് കുമാർ നേരിട്ട് ഗൂഢാലോചന നടത്തിയെന്ന നിർണായക വെളിപ്പെടുത്തലുമായിട്ടാണ് അഡ്വക്കേറ്റ് ഫെന്നി ബാലകൃഷ്ണൻ എത്തിയത്. കൊട്ടാരക്കര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു. ഗൂഢാലോചനയുടെ ഭാഗമായി ഗണേഷ് കുമാറിനെ നേരിട്ട് കണ്ട കാര്യവും ഫെന്നി കോടതിയിൽ വിവരിച്ചു കഴിഞ്ഞു. 2015 ഏപ്രിലിൽ കൊട്ടാരക്കരയ്ക്കും ഏനാത്തിനും മധ്യേ റോഡരികിൽ വെച്ചായിരുന്നു ആ രഹസ്യ കൂടിക്കാഴ്ച. തിരിച്ചറിയപ്പെടാതിരിക്കാൻ സാധാരണ ധരിക്കാറുള്ള വിഗ് ഇല്ലാതെയാണ് ഗണേഷ് കുമാർ എത്തിയതെന്നും മൊഴിയിലുണ്ട്. പ്രദീപ് കുമാറിന്റെ ഫോണിൽ നിന്നും ബന്ധു ശരണ്യ മനോജിന്റെ ഫോണിൽ നിന്നും പലതവണ ഗണേഷ് കുമാർ തന്നെ വിളിച്ചതായിട്ടും ഫെന്നി മൊഴി നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജയിലിൽ വെച്ച പരാതിക്കാരി എഴുതിയ യഥാർത്ഥ കത്തിൽ 21 പേജുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഉമ്മൻചാണ്ടിയുടെയോ മറ്റ് UDF നേതാക്കളുടെയോ പേരുകൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ഈ കത്തിൽ 4 പേജുകൾ കൂടി കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നാണ് ഫെന്നി വെളിപ്പെടുത്തിയത്. ഇനി ഒരിക്കലും ഗണേഷ് കുമാർ മന്ത്രിയാകില്ല എന്നും ഇവരെല്ലാം ചേർന്നാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുത്തിയതെന്നും അവർക്ക് പണി കൊടുക്കണമെന്നുമാണ് ശരണ്യ മനോജ് പറഞ്ഞത്. ഇതായിരുന്നു കോടതിയിൽ ഫെന്നി നൽകിയ മൊഴി. ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് പരാതിക്കാരി സ്വന്തം കൈപ്പടയിൽ പേജുകൾ കൂട്ടിച്ചേർത്ത് 25 പേജാക്കി മാറ്റുകയായിരുന്നു. ഈ കത്തിന്റെ കൈപ്പടയും ഒപ്പും കോടതിയിൽ ഫെന്നി തിരിച്ചറിഞ്ഞു. ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേര് പറയണമെന്ന പരാതിക്കാരി തന്നോട് ആവശ്യപ്പെട്ടതായിട്ടും ഫെന്നി വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ ചെയ്താൽ രാഷ്ട്രീയമായിട്ട് പ്രയോജനമുണ്ടാകുമെന്നും മറ്റ് പാർട്ടിക്കാരുടെ പിന്തുണയുണ്ടെന്നും അവർ പറഞ്ഞിരുന്നു. നിലവിലുള്ള UDF സർക്കാരിന് ഒരു പണി കൊടുക്കുക എന്നതായിരുന്നു ഗൂഢാലോചനയുടെ ലക്ഷ്യമെന്നും ഫെന്നി വെളിപ്പെടുത്തി. അഡ്വക്കേറ്റ് സുധീർ ജേക്കബ് ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ നിർണായക വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. കേസിൽ ഗണേഷ് കുമാറിനെ 2ാം പ്രതിയാക്കി കോടതി നേരത്തെ സമൻസ് അയച്ചതാണ്. ഫെന്നിയുടെ ഈ മൊഴിയോടെ ഗണേഷ് കുമാറിന്റെ രാഷ്ട്രീയ ഭാവിയും സോളാർ ഗൂഢാലോചന കേസിന്റെ ഗതിയും വലിയ മാറ്റങ്ങൾക്ക് മാറിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ഫെന്നി ബാലകൃഷ്ണൻ കൊട്ടാരക്കര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ER അർജുൻ രാജ് മുൻപാകെയാണ് മൊഴി രേഖപ്പെടുത്തിയത്. ഗണേഷ് കുമാറിന്റെ ബന്ധുവായ ശരണ്യ മനോജിന്റെയും PA പ്രദീപ് കുമാറിന്റെയും ഫോണിൽ നിന്നും പലതവണ ഗണേഷ് കുമാർ വിളിച്ചിരുന്നതായിട്ടും ഫെന്നിയുടെ മൊഴിയിൽ വ്യക്തമാകുമ്പോൾ ഉറപ്പായിട്ടും ഗണേഷ് കുമാറിനുള്ള പണി മുറുങ്ങുകയാണ്. അപ്പോ നോക്കുമ്പോൾ LDFിലെ 3 മന്ത്രിമാരും പൂർണ്ണ പരാജയമാണെന്ന് ഇപ്പോൾ അടിവരയിടുകയാണ്. വീണ ആരോഗ്യമേഖലയെ കുട്ടിച്ചോറാക്കി ആശുപത്രിയിൽ കിടന്നതോടെ ഇനി മത്സരത്തിലേക്ക് വേണ്ട എന്ന നിലപാടെടുക്കുകയാണ് ജനം. ആന്റണി രാജുവിന്റെ കാര്യം ഇനി നോക്കേ വേണ്ട. ഗണേഷും അടുത്തു തന്നെ ഇരുമ്പഴിയിലേക്കാകുന്നതോടെ 3 മന്ത്രിമാരുടെ കാര്യവും കട്ടപ്പുകയിലേക്കായി. ലിസ്റ്റിൽ വാസവനും ശിവൻകുട്ടിയും ഒക്കെയുണ്ട്. അതൊക്കെ വഴിയെ വരും.